ഇല്ല ചേച്ചി, അത്തരം കാര്യങ്ങൾക്കൊന്നും അച്ഛനെ ഞാൻ വിടില്ല. കല്യാണം കഴിഞ്ഞ മകള് വീട്ടിലിരുന്ന് പോകുന്ന പേടി അച്ഛന്. അതുകൊണ്ട് തന്നെ സത്യേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഞാനും. അതിനു മുമ്പ് ചേച്ചിയുടെ ഒരു അഭിപ്രായം അറിയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. എന്റെ അഭിപ്രായം നീ അങ്ങോട്ട് തിരിച്ചു പോണെന്ന് തന്നെയാ. പക്ഷേ ഇത്തവണ നീ പോകുമ്പോഴേ അവിടെ ഭർത്താവിന്റെ അമ്മ മാത്രമല്ല, അച്ഛനും കൂടി ഉണ്ടെന്നുള്ളത് നീ ഒന്ന് മനസ്സിൽ വെക്കണം. പ്രതിഭ, ഒരുപക്ഷെ സത്യനത് നിന്നോട് പറഞ്ഞെന്ന് വരില്ല. കാരണം അവരെയൊക്കെ അവരുടെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നേ അവരുടെ അച്ഛനൊരു രാക്ഷസനാണെന്നും മരിച്ചുപോയി കാണുമെന്നും ഒക്കെയാ. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ അച്ഛൻ എന്ന സങ്കല്പം അങ്ങനെ അല്ലല്ലോ പ്രതിഭ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരാളെയും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വെറുക്കാതിരിക്കാന്നുള്ളതാ. ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോ നമ്മുടെ മനസ്സെന്തു പറയുന്നോ അത് ചെയ്താ മതി. ഞാനങ്ങനെയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഞാൻ അവിടേക്ക് തിരിച്ചു ചെല്ലുമ്പോ അനുചേച്ചി കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ, നമുക്ക് നോക്കാം പ്രതിഭ. പിന്നെ അച്ഛനൊന്നും ഓക്കെ ആയാൽ ഞാൻ തിരിച്ചു പോകും. നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. എന്തായാലും ഇത്രയും ആയില്ലേ. പിന്നെ നിന്നെ നമ്മുടെ അമ്മയെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. താങ്ക്സ് ചേച്ചി. അങ്ങനെ വരാനായിരുന്നു എനിക്കിഷ്ടം. ആ ചേച്ചി വാ, അമ്മ കാത്തിരിക്കുക. വാ. രണ്ടുപേർക്കും ഒരു വഴക്കവും ഇല്ല. അവരെവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളൂ. ഇത് എന്താ എന്തായി കളിക്കുന്നത്? കോഴിയോ? അല്ല, അനു എവിടെയാ അമ്പിളി പോയത്? ഇന്ദ്രൻ വിളിച്ചിട്ട് വല്ലോ ആണോ? അറിയില്ല ഭാനുമേ. ഒരാളെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞിട്ടാ പോയത്. ആരാന്ന് ചോദിച്ചപ്പോ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. ഓ, അല്ല, ചെലപ്പോ ഇന്ദ്രൻ വല്ല കാര്യവും സംസാരിക്കാൻ വിളിച്ചതായിരിക്കും. അവിടെ ശേഖരന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നടക്കുകയല്ലേ. രഘുവേട്ടനും പോകുമ്പോ അനുവിന്റെ കാര്യം ചോദിച്ചു. എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ രഘുവേട്ടൻ വരുമ്പോഴെങ്കിലും അവളിവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ഭാനുമ. ഞാനിവിടെ വന്നതുകൊണ്ടാണോ അനു പോയതെന്നാ രഘുവേട്ടൻ ചോദിച്ചത്. ഏയ്, നീയും രഘു ഒക്കെ ഇവിടെ വരുന്നത് അനുവിന് വലിയ സന്തോഷമാ. ചിലപ്പോ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പോയതാവും. അയ്യോ, അത് വിനയനാണല്ലോ മക്കളെ. ഇവൻ വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കാൻ വന്നതായിരിക്കും ഭാനുമ. എന്നത് മക്കളെ, വാ മക്കളെ, നമുക്കേ അകത്ത് പോവാ. ഇവിടെ ഇരുന്നാലേ നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ പിടിച്ചോണ്ട് പോകും. ഭാനുമ പേടിക്കാതെ. ഇവിടെ അച്ഛനും ഞാനൊക്കെ ഉള്ളപ്പോ ഭാനുമ എന്തിനാ പേടിക്കുന്നേ? അയ്യോ, എന്നാലും വേണ്ട മോളെ, ഞാൻ ഇവരെ അകത്ത് കൊണ്ടുപോവാ. വാ, നമുക്ക് അകത്ത് പോവാ. വാ മക്കൾ വന്നേ, വാ. ബാനുമേ, അവിടെ നിക്ക് ബാനുമേ. ഞാൻ എന്റെ മക്കളെ തട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല. നിന്നെ എനിക്ക് വിശ്വാസമില്ല. അന്നും വലിയ മാന്യൻ ചമഞ്ഞാ നീ വന്നത്. അവസാനം എന്താ നീ കാണിച്ചത്? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ തെറ്റ് തിരുത്താൻ കൂടി വേണ്ടിയാ ബാനുമേ ഞാൻ വന്നത്. അമൃത ചേച്ചി, ഈ ചോക്ലേറ്റ് ഒന്ന് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് അവരെ കൊണ്ടുപോയിക്കോട്ടെ. നീങ്ങി താവിനെ ഞാൻ കൊടുത്തോളാം. ഭാനുമേ, ഇത് അവർക്ക് കൊടുത്തേക്ക്. വാ മക്കളെ, കഴിക്ക് മക്കളെ. ചോക്ലേറ്റും കൊണ്ടുവന്നിരിക്കുന്നു. ആ, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു അമ്പിളി ചേച്ചി? ഭേദമുണ്ട്, കിടക്കുക. ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ, അച്ഛനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ കണ്ടിട്ട് പോണെന്ന് മാത്രം. ഇല്ല അമ്പിളി ചേച്ചി, ഞാനിനി ആർക്കും ഒരു വിഷമം ഉണ്ടാക്കില്ല. അച്ഛനൊന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. നീ വാ.